ഹായ് മക്കളെ. നമ്മൾ മാത്സിൻ്റെ ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിവിഷൻ മെത്തേഡ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചറിവിടെ റിവൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് ഈസിയാണ്. നിങ്ങൾ ഡിവിഷൻ നോർമൽ ഡിവിഷൻ പോലെയല്ല നമുക്കിവിടെ ഈ ഇപ്രാവശ്യം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പം നിങ്ങൾ ഇത് പരിചയപ്പെടണം. ശരിക്കും നമുക്ക് ആൻസർ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഈ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ടീച്ചർ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് 3000 റുപ്പീസ് ഇസ് ഷെയർഡ് ഈക്വലി, ഇങ്ങനെ ഒരു ടേം കണ്ടാൽ മനസ്സിലാക്കണം എന്താണ് 3000 റുപ്പീസ് നമുക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഈക്വലായിട്ട് ഷെയർ ചെയ്യണം എത്ര പേർക്ക്? എമംഗ് 12 പേഴ്സൺസിന് ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വിൽ ഈച്ച് ഗെറ്റ്, ഓരോരുത്തർക്കും എത്ര കിട്ടും? ഈച്ച് ഗെറ്റ് എന്നുള്ള ഇത് കണ്ടാൽ തന്നെ ഓർക്കുക, ഇറ്റ് ഈസ് ഡിവിഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ എത്ര റുപ്പീസ് ഉണ്ട്, അത് എത്ര പേർക്ക് ഷെയർ ചെയ്യണം? അപ്പം നമ്മൾ 3000 ഡിവൈഡഡ് ബൈ 12 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ 3000 നമ്മൾ ഇൻസൈഡ് പാർട്ടിൽ എഴുതുക, ദെൻ 12 അപ്പർ പാർട്ടിൽ എഴുതാം. ഓക്കെ, ഇത് നമുക്ക് ഏത് വെച്ച് വേണേലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇവിടെ എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് ഏത് 10 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ വേണമെന്നേ ഉള്ളൂ. ഇപ്പോൾ 100-ൽ സ്റ്റാർട്ട് ചെയ്യാം, 10-ൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ചെറിയ ചെറിയ നമ്പർ എടുക്കുന്നതിനനുസരിച്ച് ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം കുറച്ചും കൂടെ വലിയ നമ്പർ 100 എടുക്കുന്നതിന് പകരം 200 എടുത്ത് നോക്കാം. 200. അപ്പോൾ 12 ഇൻറ്റു 2 എത്രയാണ്? 24 ആണ്. അപ്പോൾ 24, പിന്നെ 2 സീറോസും ഉണ്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 0 6 600 വരും. ഓക്കെ, ദെൻ അഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. 12 ഇൻറ്റു 100 എത്ര വരും? 1200 വരും. അതെന്ന് പറയുന്നത് എന്താണ്? 600-നേക്കാളും ലാർജർ നമ്പറാണ്. സോ 100 വെച്ച് ചെയ്യാൻ പറ്റില്ല, അതിലും ചെറിയ നമ്പർ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ 50 വെച്ച് ചെയ്ത് നോക്കാം. 50. സോ 12 ഇൻറ്റു 5 എത്രയാണ്? 12 ഇൻറ്റു 5 60 ആണ്. 60 ഒരു സീറോ കൂടെ കൊടുക്കുക. സോ കഴിഞ്ഞു, ബാലൻസ് ഒന്നുമില്ല. സോ ആൻസർ എന്ത് വരും? 200 പ്ലസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 250. ഇങ്ങനെയാണ് ആൻസർ വരിക. അതായത് ഇവിടെയും ഇവിടെയും തമ്മിൽ ആഡ് ചെയ്യാം. നമുക്ക് 3000/12 ആൻസർ എത്ര വരും? 250 എന്നാണ് വരിക. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 48 നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് ടോട്ടൽ പ്രൈസ് ഓഫ് 7 പെൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 7 പെൻസിന്റെ റേറ്റ് 98 റുപ്പീസ് ആണ്. ഓക്കെ, 7 പെന്നിന്റെ. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന്റെ പ്രൈസ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ കാണാം? ടോട്ടൽ പ്രൈസ്, ടോട്ടൽ റുപ്പീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെൻസ്. ഓക്കെ, 7. അപ്പം ഫസ്റ്റ് 10 വെച്ച് തന്നെ ചെയ്യാം. 7 ഇൻറ്റു 10 70. ബാലൻസ് എത്ര വരും? 28 വരും. 7-നെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 28 കിട്ടാറ്? യെസ്, 4 വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ 4 കൊടുക്കുക. ബാലൻസ് ഒന്നുമില്ല. അപ്പം ആൻസർ എന്ത് വരും? 10 പ്ലസ് 4 ദാറ്റ് ഈസ് 14. സോ ഓരോ പെന്നിനും എത്ര റേറ്റ് വരും? 14 റുപ്പീസ് വരും. കണ്ടോ? 10 പ്ലസ് 4. Okay. Then 168. If 168 rupees is shared equally among 8 persons, 8 പേർക്ക് 168 രൂപ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. ഈച്ച് എത്ര ഓരോരുത്തർക്കും കിട്ടും? എങ്ങനെ ചെയ്യാം? 168 ഡിവൈഡഡ് ബൈ 8. സോ 10 വെച്ച് തന്നെ ചെയ്യാം, അല്ല 20 വെച്ച് ചെയ്യാം. 10 വെച്ചും ചെയ്യാം, 20 വെച്ചും ചെയ്യാം. 20 വെച്ചാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ 20 വെച്ചാണെങ്കിൽ 2 ഇൻറ്റു 8 എത്രയാണ്? 16 ആണ്, പിന്നെ ഒരു 0. സോ 160 വരും.
ബാലൻസ് 8 വരും. 8നെ കിട്ടണമെങ്കിൽ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 ഇൻറ്റു 8, 8, 0. ഓക്കെ, സോ ആൻസർ എന്ത് വരും? 20 പ്ലസ് 1, 21 ആൻസർ വരും. സോ ഓരോരുത്തർക്കും 21 rupees കൊടുക്കുകയാണെങ്കിൽ 8 പേർക്കും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. 8 പേർക്കും 21 രൂപ വെച്ച് കിട്ടും. കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ദ സ്കൂൾ സ്റ്റോർ നീഡ്സ്, ടെക്സ്റ്റ് ബുക്ക് കൂടെ വേണേ ക്ലാസ് കാണുമ്പോൾ, 1825 നോട്ട്ബുക്സ്. ഇത്രയും നോട്ട്ബുക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് 25 പാക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഹൗ മെനി പാക്സ് ഓഫ് 25 നോട്ട്ബുക്ക് ഉള്ള ഈ എത്ര പാക്കറ്റ് ആക്കി മാറ്റാൻ പറ്റും? നോട്ട്ബുക്ക് ആർ ടു ബി വാട്ട്? അപ്പൊ എന്ത് ചെയ്താൽ മതി? 1825 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, സോ 25നെ 100 വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം 100 വെച്ച് ചെയ്യുകയാണെങ്കിൽ ആൻസർ എത്ര വരും? 2500 വരും. ഈ 2500 1825നെക്കാട്ടും വലുതല്ലേ, അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. ഇനി ഏത് ചെയ്യാൻ പറ്റും? ചോദിച്ചോക്കോ. ഏത് ചെയ്യാൻ പറ്റും? 10 വെച്ച് ചെയ്യാം കേട്ടോ. 10 വെച്ച് ചെയ്താൽ കുറേ സ്റ്റെപ്സ് വരുമെന്നേ ഉള്ളൂ. 50 വെച്ച് ചെയ്ത് നോക്കാം. 25 ഇൻറ്റു 5 125 ആണ്. 125 പിന്നെ ഒരു 0. അപ്പം ബാലൻസ് എത്ര വരും? 7, 575 വരും അല്ലേ? 575 എന്ന് പറഞ്ഞാൽ 25നെ നമുക്ക് 20 വെച്ച് ചെയ്ത് നോക്കാം. അപ്പം എത്ര കിട്ടും? 25 ഇൻറ്റു 50 ആണ്, പിന്നെ ഒരു 0. സോ 500 വരും. ബാലൻസ് 75. 75ന് എത്ര 25 ഉണ്ട്? 325 ആണുള്ളത്. സോ 75, 0. ഇപ്പം ആൻസർ എത്ര വരും? 50 പ്ലസ് 20 പ്ലസ് 3 വരും. സോ ദാറ്റ് ഈസ് 73 വരും. സോ 73 പാക്സ് ആക്കാൻ പറ്റും. ക്ലിയർ ആയോ? പിന്നെ നമ്മൾ റിമൈൻഡർ വരുന്ന കേസ് പഠിച്ചു. ഇപ്പൊ നമ്മൾ ഒരു നമ്പറിനെ 4 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ റിമൈൻഡേഴ്സ് വരാൻ സാധ്യതയുണ്ട്? 4 ആണെങ്കിൽ 0, 1, 2, 3 വരെ വരാം. ഇനി നമ്മളൊരു നമ്പറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ റിമൈൻഡേഴ്സ് വരാം? 0, 1, 2, 3, 4 വരെ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓക്കെ, ഇത് കൂടാതെ നമ്മൾ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഡിവിഷനിൽ ഇനിയും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിക്കുക. ടീച്ചർ വ്യക്തമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരും. എക്സാമിന് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ കയ്യിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ടീച്ചർ അത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇന്നോ നാളെയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എക്സാമിൻ്റെ തലേദിവസം അതൊന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ആ രീതിയിലായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ ഇന്നലെ ഇട്ടിരുന്നു ഗ്രൂപ്പിൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വരുന്ന രീതി നോക്കുക. ആ രീതിയിലായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് ദിവസം ഞാൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ അവിടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവിഷനിൽ വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനും നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു.